എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഞാനത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്തയെ കോട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ്. കേരളത്തിൽ കറൻ്റ്ലി 28,64,641 പേരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഉള്ളവർ. എന്നാൽ തമിഴ്നാട്ടിലെ കണക്ക് മാർച്ച് 2017 81.3 ലക്ഷം ആളുകളുണ്ടായിരുന്നത് 64 ലക്ഷം എന്ന കണക്കിലേക്ക് ചുരുങ്ങി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ നവംബർ മാസത്തിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഉള്ളത്. അതായത് തമിഴ്നാട് PSCയുടെ കീഴിൽ വരാത്ത വേക്കൻസീസാണ് എംപ്ലോയ്മെൻറ്റ് വഴി നികത്തുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളതിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നികത്തുന്ന വേക്കൻസികൾ കുറവാണ്. അതിന് പകരം കോമ്പറ്റീറ്റീവ് എക്സാംസിനെയും മറ്റു മാർഗങ്ങളെയുമാണ് ഉപയോഗിക്കുന്നത്. റിട്ടയർഡ് എംപ്ലോയീസിനെയും ഈ ഒഴിവുകൾ നികത്താനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഈ ഒരു വാർത്തയിൽ പറയുന്നു. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത അനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ റെലവൻസ് കുറഞ്ഞു വരികയാണ്. മറ്റ് എക്സാമുകൾ വഴിയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. ഈ വർഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം.